ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ കോഴിക്കോടിലുള്ള ഒരു പുതിയ സ്റ്റാൻഡിലാണ് ഉള്ളത്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെ ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് പോയിട്ട് ഒന്ന് ക്വസ്റ്റ്യൻസും പിന്നെ ചെറിയ രീതിയിൽ ഒരു തമാശയോട് കൂടി ചോദിച്ചു നോക്കാം. ഹായ്, ഹാപ്പി അല്ലേ? ഓക്കെ, പേരെന്താ? ഓക്കെ, എങ്ങനെയുണ്ട് ഈ പുതിയ സ്റ്റാൻഡ്? ഹാപ്പിയാണ്. ഓക്കെ, ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ഹാപ്പി അല്ലേ? ഓക്കെ, ഈ ഏറ്റവും സൈനൈഡ് കൂടുതലുള്ള ഒരു ഇല ഉണ്ട്, ആ ഇലയുടെ പേരെന്താ അറിയോ? അതെ, തിങ്ക് ചെയ്തോളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ പുതിയ സ്റ്റാൻഡിലുള്ളത്. അപ്പോൾ ഒന്ന് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ശനി ഞായറും ഇവിടെ കോഴിക്കോട് ജില്ലയിലാണ് ഉണ്ടാവുക, അതും ഇവിടെ ഈ പുതിയ സ്റ്റാൻഡിൽ. ഓക്കെ, ഇനി കിട്ടൂല. ഓക്കെ, എന്നാൽ ഈ ആൻസർ കിട്ടാത്തവരെ ഞാൻ ചെറിയൊരു ടാസ്ക് കൊടുക്കലുണ്ട്. ഒരു കോമഡിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു 4 ലൈന് പാട്ട് പാടിയാൽ മതി. യെസ്, അതെ. ഈ ഇതൊക്കെ കുത്തി വരുന്നതല്ലേ, പാട്ടൊക്കെ പാടാൻ അറിയില്ലേ? അറിയില്ലല്ലേ? ഓക്കെ, എന്നാൽ എന്ത് ടാസ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പറഞ്ഞോളൂ. എടുക്കാറില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എവിടുന്നാണ് വരുന്നത് നമ്മൾ ചോദിച്ചോ. എവിടുന്നാണ് വരുന്നത്? മംഗലാപുരം. അപ്പോൾ ഈ ട്രെയിനിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? കുഴപ്പമില്ല. എങ്ങനെയാണ് ഇപ്പോൾ ട്രെയിനിൽ സീറ്റൊക്കെ ഒഴിവുണ്ടോ? ആണ്. ഓക്കെ, ബുക്കിംഗ് ആണല്ലേ നല്ലത്. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാലവർഷത്തിലുണ്ടാവുന്ന മാറ്റങ്ങളില്ലേ, അത് ട്രെയിനിൽ എന്തെങ്കിലും യോജിക്കുന്നുണ്ടോ? ആണ്. ഓക്കെ, ഈ AC അപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോഴല്ലേ ഈ ട്രെയിൻ നിർത്തുന്നതിൽ നമുക്ക് അഥവാ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ക്രഷ് അടിക്കുന്ന ഒരു കുട്ടി നേരെ മുന്നിൽ കൂടെ പോയി, അപ്പോൾ ആ ട്രെയിൻ നിങ്ങൾ ചാടി ഇറങ്ങുമോ? ഇല്ലേ? ഇല്ല. അതെന്താ? പോട്ടേന്ന് വെക്കും. ആണല്ലേ? ക്രഷ് ആയാലും എന്തായാലും പോട്ടേന്ന് വെക്കും. ആണല്ലേ? ട്രെയിനാണ് അപ്പോൾ വലുത്. ആ, അതെ, ശരിയാണ്. അപ്പോൾ നിങ്ങൾ പൊളിയാണല്ലേ? ഓക്കെ, ഡെയിലി ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന ഒരു അനസ് വ്ളോഗ് 21 എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ റാൻഡം സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ടാണ് ഇങ്ങനെ കോമഡി റിയാക്ഷനാണ് എടുക്കൽ. ഹാപ്പി അല്ലേ? അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഹലോ ഗൈസ്, ഞാൻ അങ്ങനെ ഗോകുലം മാളിലെത്തി. ഹലോ ഗൈസ്, ഹായ്, പേരെന്താ? ഓക്കെ 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 ഓക്കെ. ഞാനെന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചോദിക്കും, അപ്പോൾ ആൻസർ പറയും. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഭാവിയിൽ ഏത് കാർ എടുക്കാനാണ് പ്ലാന്? ആ, കാറ് ഫോർച്യൂണർ. നിങ്ങൾക്കോ? ആണ്. ഓക്കെ, നിങ്ങൾക്കോ? ഇല്ല. നിങ്ങൾക്കോ? മിനി കൂപ്പർ. വലിയ വലിയ ചിന്തകളാണ്. ഓക്കെ, ആഗ്രഹങ്ങൾ. യെസ്, അതന്നെ എനിക്ക് വേണ്ടിയത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് ഈ കല്യാണ ചെക്കന് എങ്ങനത്തെ മോഡലായിട്ടാണ് വരേണ്ടത്? പറഞ്ഞോളൂ. സുന്ദരനാവണോ? ഓക്കെ, എങ്ങനെ? നല്ല ഹൈറ്റ് ഉണ്ടാവണം. കെയർ ചെയ്യണം. നിങ്ങളെ മനസ്സിലാവണം. ഓക്കെ, എങ്ങനെ? നിങ്ങൾ നോക്കട്ടെ. കള്ളലക്ഷണം ഉണ്ടല്ലോ, ചെറിയ കള്ളലക്ഷണം ഉണ്ടല്ലേ? കള്ളലക്ഷണം കൂടുതലാണ് അല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഈ വിമാനത്തിന് എത്ര ഗിയറുണ്ട്? ആ, ഗിയറുണ്ടോ? ഉണ്ട്. എങ്ങോട്ടാണ് അതിൻ്റെ ഫസ്റ്റ് ഗിയർ വരുന്നത്? ബാക്കോട്ട്. ഓക്കെ, അല്ല, ഞാൻ ചോദിക്കുക, അഥവാ നിങ്ങൾക്ക് വിമാനമൊക്കെ ഓടിക്കാൻ കിട്ടിയാൽ നിങ്ങൾ ഇതിലൊക്കെ ഓടിക്കും? മുന്നോട്ട് ഓടിക്കും. ഓക്കെ, നിങ്ങളോ? ആ, അതെ, ശരിയാണ്. ബാക്കോട്ട് അടിക്കുന്ന വിമാനം ഉണ്ടല്ലോ. ഉണ്ട്. ഓ, അത് തിരിക്കണ്ടേ? ഓക്കെ, ഹാപ്പി അല്ലേ? അപ്പോൾ ജസ്റ്റ് ഫുള്ളൊരു തമാശയിലാണ്. ഹാപ്പി അല്ലേ? എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ് ഗൈസ്, ഹായ്. ഞാൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. പേരെന്താ? ഓക്കെ ഓക്കെ. ഈ ഒരു മാരേജ് ഇല്ലേ, എവിടെ വെച്ചിട്ട് ചെയ്യണം നിങ്ങൾ ഒരു ഇമാജിനേഷൻ? റിസോർട്ടിൽ. ഓക്കെ, നിങ്ങൾക്കോ? ഓക്കെ, ഈ മാരേജിൽ ചെക്കന് എങ്ങനെ വരേണ്ടത്? ഷിപ്പിലാണോ, കാറിലാണോ, ബസ്സിലാണോ, അല്ലെങ്കിൽ ലോറി, അല്ലെങ്കിൽ JCB? ഒട്ടകത്തിൽ. ഓക്കെ, കുതിര. ഓക്കെ, ശരിക്കും? ഓക്കെ, ഈ ഒരു മാൾ എങ്ങനെയുണ്ട്? അടിപൊളി. ഓക്കെ, നിങ്ങൾ എത്ര ക്ലാസ്സിൽ വരെ പഠിച്ച്? ആണ്. നിങ്ങളോ? ഡിഗ്രി. ഓക്കെ, ഈ ഒരു പാട്ട് പാടാൻ ഇതിൽ ആരാണ്? അറിയില്ല. ഓക്കെ, കഥ പറയാൻ?
ഡാൻസ് കളിക്കാൻ? ആ ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡാൻസ് കളിക്കാം. ഒരു ചെറിയ ഡാൻസ്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വലിയ സ്റ്റെപ്പൊന്നും ഞാൻ പറയില്ല, ഇങ്ങനെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫുള്ളി ഓട്ടോമാറ്റിക് സാധനങ്ങളാണ്. ആ ഏരിയയിലൊക്കെ നിൽക്കാൻ പറ്റില്ല, ചിരിയൊക്കെ അങ്ങ് മാറും. അപ്പോൾ ഇത്ര വേണേ ഉള്ളൂ ഡാൻസ് കളിക്കാൻ. എനിക്കും ആ സ്റ്റെപ്പേ അറിയുള്ളൂ. കുറേ ദിവസമായി ഇത് മാറ്റണം എന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. എനിക്ക് ഡാൻസ് ക്ലാസ്സിന് പോകണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഈ ഒരു ലോകത്തിന് വിട പറഞ്ഞിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. വിട പറയേ? ഹാപ്പി അല്ലേ? അപ്പോൾ ഫുള്ളൊരു തമാശയിലാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ പേര് അനസ് വ്ലോഗ് 21. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ മാളിലാണുള്ളത്, നമ്മളെ കോഴിക്കോടുള്ള മാളാണ്. അപ്പോൾ നമ്മളെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹായ്, ഷംലാൻ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇങ്ങനെ പോകുന്നു. അൽഹംദുലില്ലാ. ആണല്ലേ? ഓക്കെ, എന്നാൽ ചെറിയൊരു പാട്ടിലേക്ക് ക്ഷണിക്കട്ടെ എന്നെ. പാട്ടോ? ആ ഓക്കെ ഓക്കെ. लाल मेरा रंगीनी जो न मिले जो लाल मेरा रंगीनी तेरे नाम दी में रख ले हे गुलाब तेरे नाम दी में रख ले फूल बरी से हल्क दिल पे चल गए मैं तेरे इश्क में तू मिल जाए जब भी हूँ कहे मैं तेनू गुल्ले अमी कते भी मैं तेनू गुल्ले अमी मैं रब गते गुल्ले अमी कते भी रब गते गुल्ले अमी जीना जोना तेरे लाई तेनू जिस ताई में जीना जोना तेरे लाई दस में की तरह जीना जोना तेरे लाई दस. ബൈ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്നാൽ അടിപൊളി പാട്ടാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഡാബ്സിയെ ഇഷ്ടമാണല്ലേ? ഡാബ്സിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ അങ്ങനെ ഫേവറേറ്റ് ആരുമില്ല. അങ്ങനെ എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, എന്നാലും ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ഓക്കെ അല്ലേ? ഓക്കെ, സൈനൈഡുള്ള ഒരു ഇല ഉണ്ട്, ആ ഇല ഏതാ? അതെ, എലന്റെ പേര് പറയണമെന്ന് നിർബന്ധമുണ്ട്. അതെ, എനിക്ക് അതിനെ പറ്റി വലിയ ധാരണ ഇല്ല സത്യം പറഞ്ഞാല്. ഇല പറഞ്ഞാൽ കാട്ടുപച്ച മറ്റേ നമ്മള് ചൊറിക്കുന്ന തേക്കുന്ന അങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ട്. ഈ സൈനൈഡാണ് അതിൽ കൂടുതലുള്ളത്. ആ ഇല കിട്ടുമോ? അപ്പന്റെ ഇലാണോ? അപ്പന്റെ ഇല അല്ല. നമ്മളിങ്ങനെ മേത്തൊക്കെ പറ്റില്ലോ. അപ്പൊ ആൻസർ ഞാൻ പറയട്ടെ? ആൻസർ അറിയാം, കിട്ടുമോ? എനിക്കറിയില്ല. ഓക്കെ, ഞാൻ പറയാൻ വേണ്ടി ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ആൻസർ പറയാൻ വേണ്ടി പോവാണ്. ഓക്കെ, സംഭവം സിമ്പിൾ ഒരു ആൻസർ. പൂളല്ലേ, കപ്പ, അതാണ് അതിന്റെ ഇലയാണ് സൈനൈഡ് ഉള്ളത്. അപ്പൊ അത് കഴിച്ച മരിച്ചു പോകുന്ന അറിയില്ല. എന്താന്ന് വെച്ചാല് സൈനൈഡുള്ള ഇല ഏതാന്ന് ചോദിച്ചാല് കപ്പ എന്ന് പറയല്. കപ്പന്റെ ഇല, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. അങ്ങനെ വരുന്നത്. വേറൊരു കാര്യം, ഈ ഭൂമി ഗ്രാമീണവാസിയായിട്ട് ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്. എന്തൊരു സാധനം ഉണ്ടായിരുന്നല്ലോ മറ്റേ, എങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻസ് ഇല്ല. ഓക്കെ ഓപ്ഷൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്രാമത്തിൽ ചെറിയ ജീവിയാണോ വലിയ ജീവിയാണോ? വലിയ ജീവിയാണ്. അതെ, വലിയ ജീവി മനുഷ്യനാണോ? മനുഷ്യനല്ല, വലിയ ജീവി ഗ്രാമീണ അല്ല. എന്നാ പോട്ടെ, എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ പാട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, ഹാപ്പി അല്ലേ? പേജിന്റെ പേര് അനസ് വ്ലോഗ് 21. യെസ്, ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ എൻജോയ് ചെയ്തോളൂ. അപ്പോൾ യൂട്യൂബിൽ കാണാം ബാക്കി. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെയിലില്ലാത്ത സ്ഥലം ഇങ്ങനെ തപ്പി നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ബട്ടൺ അമർത്താത്തവർ ലൈക്ക് ബട്ടൺ അമർത്തണേ. ഹലോ ഗൈസ്, ഹായ്. പേരെന്താ? ഓക്കെ, പേരെന്താ? ഓക്കെ, ഞാൻ ഒരു റാൻഡം സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ടില്ലേ, ഒരു കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ ടൈപ്പായിട്ട് എടുക്കൽ. ഓക്കെ, ഈ ജോക്കറിന് ഇഷ്ടമാണോ? ആണ്. ഓക്കെ, നിങ്ങൾക്കോ? ഓക്കെ, ഈ ജോക്കറിൻ്റെ ഈ ഒരു റെഡ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ബ്ലൂ ആണോ, അല്ലെങ്കിൽ ഏത് മോഡലാണ്? ആണ്. ഓക്കെ, നിങ്ങൾക്കോ? റെഡ്. ഈ റെഡിൽ വരുന്ന ഈ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു? ഇവിടെ ഒരു കട്ടിങ്ങിൽ വരുന്ന എന്തെങ്കിലും ഒരു നീക്കം എന്താ വെച്ചാൽ, ഈ ജോക്കർ ഇപ്പോൾ ചിരിച്ചിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ ജോക്കർ കരയുമ്പോഴാണല്ലോ ഇവിടെ ഇങ്ങനെ കണ്ണുനീര് വരുന്നത്. അതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്റെ വിവരമില്ലായ്മ കൊണ്ടാണോ നിന്റെ വിവരക്കേട് കൊണ്ടാണോ എനിക്കറിയില്ല. നീ എന്താ ഈ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. നമുക്ക് ഇന്നൊരു പാട്ട് പാടിയിട്ട് തുടങ്ങിയാലോ? അല്ല, എനിക്ക് പാടാൻ അറിയാം. ഓക്കെ, സാര 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 സമാരിനി ആസമലരായി വിരിഞ്ഞോള്
ചേരു ഹുസുലുൽ ജമാലോള് ഓരഹോരം ചോരഹോരം ഓഹോഹോം താരം താനാ സുന്ദരഭദ്രങ്കർ ആണ്. ഞാൻ അടുത്തൊരു പാട്ട് പാടിത്തരാം. ഓക്കെ, അതേ പാട്ട് വേണ്ടി പറഞ്ഞോ, ഞാൻ പാടിക്കോളാം. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞു, ഞാൻ പാടിക്കോളാം. അപ്പോൾ പറഞ്ഞോളൂ, ഏതാണ് വേണ്ടിയത്? ഏതാ? ആണ്. ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് പുട്ടിന്റെ പൊടിയിൽ വെച്ചിട്ടുണ്ടാവണല്ലേ, അതുകൊണ്ട് അറിയാത്ത. നിങ്ങൾ വേറെ ഏതെങ്കിലും പറയും. അല്ലേ, ഞാൻ ഇഷ്ടമുള്ളത് പറഞ്ഞാല് എനിക്ക് വേറൊരു ഇഷ്ടമാണ്, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടൂല. ആണ്. ഓക്കെ, നിങ്ങൾ പാട്. ആണ്, ഉറപ്പാ? ഓക്കെ, ഐ ആം എ ഡിസ്കോ ഡാൻസർ. ആ, അത് മതി മതി. ഓക്കെ, നിങ്ങൾ പാടാൻ അറിയില്ല? ഞാൻ ചെറിയൊരു മാക്സ് ചോദിക്കട്ടെ? ഓക്കെ, ചെറുത് ബാക്കോട്ടാണ്, നമ്മ മുന്നോട്ടേക്ക് ചിന്തിക്കാം. ഓക്കെ, ചിന്തിക്കണ്ട. ആണ്, എൻ്റെ ഏരിയ അല്ല. ഓക്കെ, നിങ്ങൾ അപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ പേര് അനസ് വ്ലോഗ് 21 കണ്ടുപിടിച്ചു ആണല്ലേ? ഓക്കെ, പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഹാപ്പി അല്ലേ? ഒരായി പറഞ്ഞോളൂ. ഹായ് ഗൈസ്, ഹായ്. വാട്ട് ഈസ് യുവർ നെയിം? ഓക്കെ, ഹായ് ഗൈസ്, വാട്ട് ഈസ് യുവർ നെയിം? Sodi. I am tell me his opinions is Kozhikode beach very all Kerala ആണല്ലേ? ഓക്കെ, ഞങ്ങളെ കണ്ടപ്പോൾ ഇംഗ്ലീഷാന്ന് വിചാരിച്ച്, അതാണ്. അപ്പോൾ പേരെന്താ? ഓക്കെ ഓക്കെ, ഈ സൈനൈഡ് ഇല്ലേ, സൈനൈഡ് ഏറ്റവും കൂടുതൽ ഉള്ള ഇലയുടെ പേര് പറയാന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ് ഞാൻ തരാം. ആ, സൈനൈഡ് ഉള്ള ഇലയുടെ പേര് എന്താണ്? യെസ്, കം ഓൺ ഗൈസ്, വേറെ ടീമും കൂടി ഉണ്ട്. ഓക്കെ, ഹായ് ഗൈസ്, വാട്ട് ഈസ് യുവർ നെയിം? അഞ്ജന. ഓക്കെ ഓക്കെ, ഈ സൈനൈഡ് കൂടുതൽ ഉള്ള ഒരു ഇല ഉണ്ട്, അതിൻ്റെ പേരെന്താ അറിയോ? അറിയില്ല. ഓക്കെ, അവർക്ക് അറിയില്ലല്ലോ, എന്താ ചെയ്യാ? ആണ്. എന്നാ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഹായ് ഗൈസ്, ഹായ് ഹായ് ഹായ്. ഞാൻ എന്നെ മനസ്സിലായോ? ഇല്ല, ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നാ, പക്ഷെ നിങ്ങളൊരു ആൻസർ പറയണം. അല്ല, അവിടെ നിൽക്കട്ടെ, ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്. ഹാപ്പി അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ഇവരോട് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻസർ പറയാന്ന് വെച്ചാൽ ഒരു ഗിഫ്റ്റ്. ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? തുടങ്ങല്ലേ? ഒരായി പറഞ്ഞു. ഓക്കെ, ഈ ഗ്രാമീണ വാസിയിൽ ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്, ആ ജീവിന്റെ പേരെന്താ അറിയോ? അതെ, ആദിവാസി. ഓക്കെ, ആദിവാസി. സംഭവം 2 റോങ് ആൻസറാണ്. ഓക്കെ, ഇനി വേറൊരു ചാൻസ് പാടെ തരാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും പാടെ. ഹാപ്പി അല്ലേ? ഏറ്റവും കൂടുതലല്ലേ ഈ സൈനൈഡ് ഉള്ള ഇലയുടെ പേരെന്താ അറിയോ? അതെ, പറയൂ, പോരട്ടെ. ആ ഇലയുടെ സിമ്പിൾ ആണത്, ഹാർഡാണ്. ഓക്കെ, അതെ. ആ, കട്ടാവുന്ന ഇലയാറ്റ കട്ടാവുന്ന ഇലല്ല, അല്ല. ആണല്ലേ? അപ്പൊ ആ ആൻസറും കിട്ടൂല. നമുക്ക് ഇനി നെക്സ്റ്റ് ഇല്ല, എന്നാ ഒരു ക്വസ്റ്റ്യനും ഇല്ല. ഇത് കഴിഞ്ഞ് ഇനിയില്ല. എന്താ ഇത് കരയുന്ന കഴിച്ച്? അല്ല, ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് നല്ലില്ലേ ഒരു വേറെന്തെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യങ്ങൾ ചോദിച്ചോക്കട്ടെ, ചിലപ്പോൾ നിങ്ങൾക്ക് അതിലെങ്കിലും ആൻസർ കിട്ടിയാലോ? ഓക്കെ അല്ലേ? സീരിയസ് ആണ്. നിങ്ങൾ എവിടേക്ക് ഇരിക്കുമോ? ഓക്കെ, എന്താന്ന് വെച്ചാൽ 2 ഫ്രെയിമിൽ വന്നോട്ടെ, കളറായിക്കോട്ടെ. അപ്പോൾ ഒരക്ഷരം ഞാൻ പറയും, ആ അക്ഷരത്തിൽ നിങ്ങൾ ആ അക്ഷരത്തിലേക്ക് കയറും, ആ അക്ഷരം നിങ്ങൾക്ക് മനസ്സിലേക്ക് കയറും. അപ്പോൾ ആ അക്ഷരത്തിലാണ് നിങ്ങൾ ആ ഒരു ആൻസർ പറയേണ്ടത്. പക്ഷെ ആ ഉത്തരം നിങ്ങൾക്ക് റെഡി ആവുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട് ആണ്. ഓക്കെ, കാക്ക ഗംഗ, അതിൽ പറയൂ.
കാക്ക കാക്കങ്ങ ചാച്ച ചാച്ചങ്ങ യാര ലാവാശ ലാവാശ. ഓക്കെ, അപ്പോ ബോസ് പറഞ്ഞേല് ഈ നടുവിലുള്ള അക്ഷരം ഏതാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും? കാക്കങ്ങ ടാറ്റ ടാറ്റങ്ങ ചാച്ച. എന്തത് ഏത് കളിയാ ഇത്? മൊത്തം ഓണല്ലേ? ഫുള്ള് ഓണല്ലേ? ഓക്കെ, നിങ്ങളെയാണ് കണ്ടുമുട്ടിയത്. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ വേണ്ടിയത്. അപ്പൊ നിങ്ങളെവിടെ സ്ഥലവും? കുറ്റ്യാടി. അപ്പൊ ഈ കുറ്റ്യാടിയിലേക്കുള്ള ആൾക്കാർക്ക് ഒരു ആയി പറഞ്ഞോളൂ. ഹാപ്പി അല്ലേ? കാര്യമൊന്നും പറഞ്ഞ അത് തിരിഞ്ഞോളൂ. ചൊറിയ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, ഇവിടെ വരെ നോക്കിയിട്ട് മിസ്സായി പോയതാണ്. ആണല്ലേ? അതുകൊണ്ട് ഇതിന്റെ ഉത്തരൊക്കെ പുഷ്പോ ആണ്. ഓക്കെ, അപ്പൊ ആ ഫ്രണ്ടിന് വേണ്ടിട്ട് ഒരു 4 വരി പാട്ടെങ്കിലും പാടിക്കോളൂ. என் தலை கேறுது என் தடம் பாக்கிறே என் உயிர் வாயிரே என்னடி மாயாவே நீ ஏய் கூய் ഹലോ മതി. ഓക്കെ, അപ്പൊ ഒരായി പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ആൻസർ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ. ഹായ് ഗൈസ്, ഹായ്. എന്താ പേര്? ഓക്കെ ഓക്കെ, ഞാൻ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമായിട്ട് വരാം. ഹാപ്പി അല്ലേ? ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ആഗ്രഹം? എന്താണ് ആഗ്രഹം? ആ, ബ്യൂട്ടീഷ്യൻ. ഓക്കെ, നിങ്ങൾക്കോ? ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു ബ്യൂട്ടീഷ്യൻ നിങ്ങൾ 100% യോജിക്കുന്നുണ്ടോ? ആണ്. എങ്ങനെയാണ് ഈ ബ്യൂട്ടീഷ്യൻ നിങ്ങൾ ആലോചിക്കുന്നത്? സ്വന്തമായിട്ട് തുടങ്ങണം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ഈ ബ്യൂട്ടീഷ്യൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് ബ്യൂട്ടീഷ്യൻ ആഗ്രഹിക്കുന്നത്? ആണ്. മോനെ സീനല്ലേ? ഓക്കെ, ഭൂമിയില്ലേ? ഭൂമിയിൽ വസിക്കുന്ന ഒരു ഗ്രാമജീവിയുണ്ട്. ആ അതെ, മനുഷ്യനെങ്ങനെ ജീവിയായത്? അതൊന്നും അറിയില്ല. ആണ്. ഓക്കെ, വെച്ചാല് ആണ്. ആ, അങ്ങനെയും പറയും. ഓക്കെ, സംഭവം അത് റോങ് ആൻസറാണ്. ആൻസർ പശുവാണ്. അതെ. അല്ല, ആ കളിയൊന്നുമില്ല. ഇത് ഫുള്ള് പെട്ടെന്നുള്ള ചോദ്യം, പെട്ടെന്നുള്ള ആൻസറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ഈ ഒരു ട്രെയിനില്ലേ, ട്രെയിനിൻ്റെ ഫസ്റ്റ് ഗിയറിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ, ട്രെയിനിന് എത്ര ഗിയറുണ്ട്? കുറേ ഉണ്ട്. ഓക്കെ, ഫ്ലൈറ്റിനോ? ഫ്ലൈറ്റിന് ഗിയറില്ലേ? പറയൂ. ഉണ്ട്. എത്ര ഗിയറുണ്ട്? ഒരു ഗിയർ. എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ട് 2 ഗിയർ ഫ്ലൈറ്റിന്? എങ്ങനെ മുകളിലെത്തിയിട്ട് മാറ്റുക ചെയ്യുക? ഗിയറില്ല. ഫ്ലൈറ്റിനപ്പോൾ ഗിയറില്ലേ? അതല്ല, അപ്പോൾ ഫ്ലൈറ്റ് എങ്ങനെ ഓടിക്കുന്നത്? ഗിയറില്ലാത്ത വണ്ടി ഇങ്ങനെ ആണ്. ഓക്കെ, ഈ പൈലറ്റിന് ഗിയറിൻ്റെ ആവശ്യം വരില്ലേ? അപ്പോൾ ഗിയർ എങ്ങോട്ടാ? ഫസ്റ്റ് ഗിയർ എങ്ങോട്ടാ? ആണ്. പൈലറ്റ് ആഗ്രഹമുണ്ട്. അപ്പം ബ്യൂട്ടീഷ്യൻ വേണ്ട. ഓള് നിങ്ങൾ ബ്യൂട്ടീഷ്യന്. ആ ബ്യൂട്ടീഷ്യനിൽ ഈ ഒരു മുഖത്തുണ്ടാവണ ഒരു വെളുപ്പിക്കില്ലേ, നിങ്ങൾ വെളുപ്പിക്കുമെന്ന് അറിയില്ലേ? ഗ്ലോ. ആ, ഗ്ലോ. വലിയ ഇംഗ്ലീഷൊന്നും ആവണ്ട, ടോപ്പൊന്നും ആവണ്ട. ഓക്കെ, വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ മതി. അതല്ലേ രസം അല്ലേ? എല്ലാവർക്കും മനസ്സിലാവണ ഭാഷയിൽ പറയണം. ഈ ഗ്ലോ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? വെളുത്തിട്ട് പാറ. ഓക്കെ, അപ്പോൾ ഈ മലപ്പുറം ടച്ചാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ആണല്ലേ? ഹാപ്പി അല്ലേ? ഓക്കെ, എന്നാൽ ഒരു ഹായ് പറഞ്ഞോളൂ. ഞാൻ മൊത്തത്തിലൊരു തമാശയിൽ ചെയ്താട്ടോ. ഹായ് ഗൈസ്, ഹായ്. എന്താ ഇവിടെ നിൽക്കുന്നത്? ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോ? ആണ്. നിങ്ങളോ? ആണ്. നിങ്ങളോ? ആണ്. ഇതാണോ നിങ്ങളുടെ ലീഡർ? ആണ്. മെയിനാണ്. ഓക്കെ, എന്താ മെയിൻ്റെ പേരെന്താ? അമൃത ഓട്ടി. എന്താ ഓട്ടി എന്താ ഉദ്ദേശിക്കുന്നത്? മാറാട് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഗ്രാമീണ വാസത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയുണ്ട്, അതിൻ്റെ പേരെന്താ പറയുക?
ഗ്രാമീണവാസി എന്ന് പറഞ്ഞ ഒരു ജീവിയുണ്ട്. അതെ, ഏത് ജീവിയാ? ഓപ്ഷൻസ് ഇല്ല. ഈ പെരിച്ചായി ആണോ? ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പറയൂ, ഗ്രാമീണവാസിയിൽ ജീവിക്കുന്ന ജീവിയുടെ പേരെന്താണ്? നിങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ, വെറുതെ ക്ലൂ ചോദിക്കല്ലേ. അറിയാ? എന്നാ ഗ്രാമീണവാസിയിൽ ജീവിക്കുന്ന ജീവിയുടെ പേരെന്താ? ക്ലൂ ഇല്ല. ഇത് നിങ്ങൾക്ക് ആൻസർ പറയാന്ന് വെച്ചാല് ക്യാഷ് പ്രൈസ് തരും. ക്യാഷിനൊക്കെ നല്ല ഡൈറ്റ് അല്ലേ? റിച്ച് ആണോ? ആണല്ലേ. ഓക്കെ. എങ്ങനെയാണ് നിങ്ങളെ ജീവിതത്തിൽ, എങ്ങനെ നിങ്ങളെ ഒരു സാമ്പത്തികമായിട്ട് എങ്ങനെയാണ്? ആണ്. റിച്ചോ? ഗൈസ്, ഇവിടെ മറ്റേ ഡാഡി എന്ന് പറഞ്ഞ സംഭവം റിച്ച് ആണെന്നാ പറയുന്നത്. ഓക്കെ, റിച്ച് ആണ്. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് വേണ്ട? വേണം. ഓക്കെ. എന്നാല് കുതിരയുടെ ഈ വാലിന്റെ അടുത്തുള്ള കളറിന്റെ പേരെന്താ അറിയും? കാപ്പിയോ? എന്റെ വീട്ടില് കാപ്പിയല്ലേ? അല്ല 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 അല്ല. കറുപ്പ്. ഓക്കെ. നിങ്ങൾ പറയും. വൈറ്റ്. ഓക്കെ. ബ്രൗണ്. മൊത്തത്തിൽ റോങ് ആൻസർ ആണ്. ഓക്കെ, ബ്ലാക്ക്. ഇനിയുണ്ടോ കളറ്? ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ. ആകപ്പാടെ കടവും കടപ്പടി, കൂട്ടത്തിലൊരു ഉരുപ്പടി, പോരാത്തതിന് കയ്യിലൊരു കുറിപ്പടി. ഓക്കെ, ഒരായി പറഞ്ഞോളൂ. അപ്പൊ ആൻസർ ഒക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. ഓക്കെ അല്ലേ? ഒരായി പറഞ്ഞു. ഇത്ര തന്നെ നമ്മളെ വീഡിയോസ് ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫുള്ളൊരു തമാശയോട് കൂടി എടുത്തത്. അപ്പോൾ ഗ്രാമീണവാസിയായി ജീവിക്കുന്ന ജീവിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ പശുവാണ്. ഓക്കെ, അപ്പോൾ പശുവാണ് അതിൻ്റെ ഒരു ആൻസർ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ സൈനൈഡുള്ള ഇലയുടെ പേരെന്താണെന്ന് വെച്ചാൽ കപ്പ എന്നാണ് കേട്ടോ. കപ്പയാണ് ഈ സൈനൈഡുള്ള ഇല. ഗൈസ്, അപ്പോൾ ഇതിലെങ്ങാട്ടി അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഞാൻ പോവാണ്. ഓക്കെ, ബൈ.